ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ID കാർഡിൽ മൊബൈൽ നമ്പർ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം SIR 2026 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഇതിനു വേണ്ടിയുള്ള എന്യൂമറേഷൻ ഫോം നമ്മൾ എല്ലാ ആളുകളും ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നൽകിയ ഫോം BLO അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ എന്യൂമറേഷൻ ഫോം നമുക്ക് ഓൺലൈനായിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള അവസരവും ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം തന്നെ നമുക്ക് നമ്മുടെ വോട്ടർ ID കാർഡിൽ നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അല്ല എങ്കിൽ ഈ ഒരു സൗകര്യം നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഓൺലൈൻ സേവനങ്ങൾ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ മിക്ക ആളുകളുടെയും വോട്ടർ ID മൊബൈൽ നമ്പർ നൽകിയിട്ടുണ്ടായില്ല. അല്ല എങ്കിൽ വോട്ടർ ID എടുക്കുന്ന സമയത്ത് നൽകിയ മൊബൈൽ നമ്പർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ വീട്ടിലെ മറ്റാരുടെങ്കിലും മൊബൈൽ നമ്പർ ആയിരിക്കും വോട്ടർ ID എടുക്കുന്ന സമയത്ത് നമ്മൾ നൽകിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരം ആളുകൾക്കെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ അവരുടെ വോട്ടർ ID കാർഡിൽ അവരുടെ നിലവിലുള്ള പുതിയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒന്ന് സേവ് ചെയ്ത് വെക്കുകയോടെ ചെയ്തോളൂ. കൂടാതെ നിങ്ങൾക്ക് ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വോട്ടർ ID കാർഡിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ആദ്യമായിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതുപോലെ സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ റിസൾട്ട് കാണാം, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഈ ഒരു സൈറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഈ ഒരു പേജിൽ ഇവിടെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ലോഗിൻ ആൻഡ് സൈനപ്പ് എന്നിങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളിവിടെ ഈ ഒരു സൈറ്റിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവിടെ സൈനപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ എൻ്റർ ചെയ്തുകൊണ്ട് ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഒന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ സൈനപ്പ് എന്നുള്ള ഓപ്ഷനിൽ എൻ്റർ ചെയ്തു. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ മൊബൈൽ നമ്പർ എന്നുള്ളത് കാണാം. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളതാണ്. അത് മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ എൻ്റർ ചെയ്താൽ മതി. അതിനുശേഷം ഒരു താഴെ ഒരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയുള്ള ആ ഒരു കോളത്തിലും കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ യൂസർ ഓൾറെഡി എക്സിസ്റ്റ് എന്നുള്ള മെസ്സേജാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലോഗിൻ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ ആ ഒരു മൊബൈൽ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് അതുപോലെ തന്നെ ആ ഒരു താഴെയുള്ള കോളത്തിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള റിക്വസ്റ്റ് OTP എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു OTP കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു പേജിൽ ലോഗിൻ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ മുകൾ ഭാഗത്ത് ഇതുപോലെ നമ്മുടെ പേര് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ശേഷം നമ്മളൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ നമുക്ക് കറക്ഷൻ ഓഫ് എൻട്രീസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിന് താഴെയായിട്ട് ഫിൽ ഫോം 8 എന്നുള്ളൊരു ടാബ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു ടാബിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമുക്ക് അപ്ലിക്കേഷൻ ഫോർ സെൽഫ് അതർ എറക്ടർ എന്നിങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ സ്വന്തം ഡീറ്റെയിൽസ്, അതായത് രജിസ്റ്റർ ചെയ്ത വ്യക്തിയുടെ തന്നെ ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാനാണ് വേണ്ടതെങ്കിൽ സെൽഫ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ല മറ്റൊരാളുടെയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതർ എലക്ടർ എന്നുള്ളതും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ എൻ്റെ സ്വന്തം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സെൽഫ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം താഴെ എപ്പിക് നമ്പർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ വോട്ടർ ID കാർഡ് നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. വോട്ടർ ID കാർഡ് നമ്പർ തന്നെയാണ് എപ്പിക് നമ്പർ എന്ന് പറയുന്നത്. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ആ ഒരു വോട്ടർ ID കാർഡ് ഉടമയുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അതിന് താഴെയായിട്ട് ഓക്കെ എന്നുള്ളൊരു ബട്ടൺ കാണാം. അപ്പോൾ നിങ്ങൾ ആ ഓക്കെ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് കാണാം. അതിൽ നിന്ന് നമുക്ക് ഇവിടെ വേണ്ടത് നമ്മുടെ നിലവിലെ വോട്ടർ ID കാർഡിലെ ഡീറ്റെയിൽസ് കറക്ഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനായ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ടർ റോൾ എന്നുള്ള ഓപ്ഷൻ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള ഓക്കെ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അതിന് താഴെ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ കാണാം. അവിടെ നെക്സ്റ്റ് എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത ഭാഗത്ത് നമ്മൾ നെക്സ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയായിട്ട് നമുക്ക് അപ്ലിക്കേഷൻ ഫോർ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ടർ റോൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിന് താഴെയായിട്ട് നമുക്ക് നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, റിലേഷൻ ടൈപ്പ്, റിലേറ്റീവ് നെയിം, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഫോട്ടോ തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാം. ഈ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമുക്കിവിടെ വേണ്ടത് മൊബൈൽ നമ്പർ ആണല്ലോ. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ മൊബൈൽ നമ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഡിക്ലറേഷൻ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ പ്ലേസ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ സ്ഥലം നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ സബ്മിഷൻ എന്നുള്ള ഭാഗത്തൊരു ക്യാപ്ച കോഡ് വന്നിട്ടുണ്ട്. ആ ഒരു കോഡ് അതിന് താഴെയുള്ള ആ ഒരു കോളത്തിൽ അതുപോലെ തന്നെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ വലതുവശത്തായി കൊടുത്തുള്ള സെൻഡ് OTP എന്നുള്ള ആ ഒരു ബട്ടണിൽ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതോടുകൂടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP കോഡ് SMS ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു OTP കോഡ് അതിന് താഴെ എൻ്റർ OTP എന്നുള്ള ആ ഒരു ഭാഗത്ത് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ നമുക്ക് ഇതുപോലെ ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അത് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് സൈൻ ആൻഡ് സബ്മിറ്റ് എന്നുള്ളൊരു ടാബ് കാണാം. അപ്പോൾ നമ്മൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതായിരിക്കും. ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് ദിസ് ഫോം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ യെസ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സക്സസ്. അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ സക്സസ് ആയിട്ട് ഇവിടെ അപ്ഡേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും എന്യൂമറേഷൻ ഫോമും ഫില്ല് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്യൂമറേഷൻ ഫോം ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും അവരുടെ ID കാർഡിലെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ പുതുതായിട്ട് മൊബൈൽ നമ്പർ ചേർക്കുന്നതിനോ എങ്ങനെയാണ് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.